ഹായ് സ്റ്റുഡൻസ്, ഫിസിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഫോഴ്സ് എന്താണെന്ന് നമ്മളുടെ കൊച്ചു ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല ടൈപ്സ് ഓഫ് ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചറിനെ കുറിച്ചാണ്. ഇവിടെ ഈ ഫോഴ്സസിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒന്നും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നില്ല. പകരം ഈ ഫോഴ്സസ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുകയും കുറച്ച് പ്രോപ്പർട്ടീസും അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇത്രയും മാത്രമേ നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നുള്ളൂ. ഈ ഫോഴ്സസിനെ കുറിച്ച് കൂടുതലായിട്ട് അതിൻ്റെ ചാപ്റ്ററുകൾ എത്തുമ്പോഴോ തുടർന്നുള്ള ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ പിന്നീടുള്ള ഫിസിക്സ് പഠനത്തിലോ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഫോഴ്സസ്? 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ട്. ഒന്നാമത്തേത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ടാമത്തേത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, മൂന്നാമത്തേത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, നാലാമത്തേത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 ഫോഴ്സസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു കമ്പാരറ്റീവ് സ്റ്റഡിയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് ഈ സ്പേസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ടാമത്തേത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, മൂന്നാമത്തേത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, നാലാമത്തേത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഫോഴ്സസ് എന്താണെന്ന് ജനറലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും ഒരു കമ്പാരറ്റീവ് ബേസിസിൽ എഴുതി അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കി നമുക്ക് പോകാം. ഒന്നാമത്തേത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മാസസ്. അപ്പോൾ മാസ് ഉള്ള 2 ബോഡീസ് തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോഴെന്തുകൊണ്ടാണ് അതുണ്ടാകുന്നത്? ഡ്യൂ ടു മാസസ്. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു ദേ ആർ അട്രാക്റ്റീവ് ഇൻ നേച്ചർ. അത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത് നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ലോയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുക ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉപയോഗിച്ചാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നാലാമത് ഇവിടെ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു സ്ട്രെങ്തിനെ കുറിച്ചാണ്. ഇത് എത്രമാത്രം സ്ട്രോങ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ വീക്കസ്റ്റ് എമംഗ് ദ ഫണ്ടമെന്റൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഈ ഫണ്ടമെന്റൽ ഫോഴ്സസിനിടയ്ക്ക് ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ്. ഇനി അഞ്ചാമത്തെ കാര്യം, ഈ ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് അതിൻ്റെ റേഞ്ചിനെ കുറിച്ചാണ്. അതായത് എത്രമാത്രം ദൂരെ വരെ അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ റേഞ്ച് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് വളരെയധികം റേഞ്ച് ഉണ്ട്. അതായത് അപ് ടു ഇൻഫിനിറ്റി. അതായത് ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സും തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളിവിടെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനെ കുറിച്ച് പറഞ്ഞു. അവിടുത്തെ ഫോഴ്സ് എത്രയാണ് എന്ന് ആ ലോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാസസ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 2 ഒബ്ജക്ട്സ് തമ്മിലുള്ള ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് അവ തമ്മിലുള്ള ഫോഴ്സ് വളരെയധികം കുറഞ്ഞു വരും. ഇനിയും നമ്മൾ രണ്ടാമത്തെ ഫോഴ്സ് പഠിക്കാനായിട്ട് പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്. നമുക്കറിയാം 2 ചാർജസ് അടുപ്പിച്ച് വെച്ചാൽ അവ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ ചാർജസ് രണ്ടും സെയിം ടൈപ്പ് ആണെങ്കിൽ, അതായത് ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ
അവ തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൽസീവ് ആയിരിക്കും. ഇനിയും രണ്ടും അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ, അതായത് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണെങ്കിൽ ഇവ തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ നേച്ചർ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവ അട്രാക്റ്റീവ് ആയിരിക്കും. എപ്പോഴാണ് അട്രാക്റ്റീവ് ആകുന്നത്? ഒരെണ്ണം പോസിറ്റീവും മറ്റേത് നെഗറ്റീവും ആകണം. എന്ന് പറഞ്ഞാൽ അൺലൈക്ക് ചാർജസ് ആവണം. രണ്ടാമത്തെ കേസ് എന്താ? ഇത് റിപ്പൽസീവ് ആയിരിക്കും. എപ്പോഴാണ് റിപ്പൽസീവ് ആകുന്നത്? രണ്ടും സെയിം ടൈപ്പ് ഓഫ് ചാർജസ് ആകുമ്പോൾ, അതായത് രണ്ടും ഒന്നുകിൽ നെഗറ്റീവും അല്ലെങ്കിൽ പോസിറ്റീവും ആകണം. എന്ന് പറഞ്ഞാൽ ലൈക്ക് ചാർജസ് ആണെങ്കിൽ. സോ ദ നേച്ചർ ഈസ് അട്രാക്റ്റീവ് ആണ് എപ്പോൾ അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ, റിപ്പൽസീവ് ആണ് എപ്പോൾ ലൈക്ക് ചാർജസ് ആണെങ്കിൽ. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇതിനെ ഗവേൺ ചെയ്യുന്ന ലോയെ കുറിച്ചാണ്. ഈ ചാർജസ് റെസ്റ്റിലാണെങ്കിൽ, അതായത് മൂവ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ഈ ഫോഴ്സിനെ ഗവേൺ ചെയ്യുന്നത് കൂളംസ് ലോ വെച്ചിട്ടാണ്. കൂളംസ് ലോ എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് കൂളംസ് ലോ എപ്പോഴാണ്? ചാർജസ് റെസ്റ്റിലായിരിക്കുമ്പോൾ. അപ്പോൾ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ചാർജസ് മോഷനിലായിരിക്കുമ്പോൾ, അതായത് മൂവ് ചെയ്യുമ്പോൾ. ഇവിടെ ചാർജസ് മൂവ് ചെയ്യുമ്പോൾ ഈ ചാർജസിന് ചുറ്റും ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാകുന്നു. സോ മോഷൻ ഓഫ് ചാർജസ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് എഫക്റ്റ്. ഈ മാഗ്നറ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ ഫീൽഡ് ഫോഴ്സ് ഉണ്ടാക്കുന്നു. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ എന്താ ഉണ്ട്? ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഗീവ് റൈസ് ടു ഫോഴ്സ്. അപ്പോൾ നോക്കിക്കേ, രണ്ട് ചാർജസ് റെസ്റ്റിലാണെങ്കിൽ കൂളംസ് ലോ അനുസരിച്ച് ഫോഴ്സ് ഉണ്ടാകുന്നു. ചാർജസ് മൂവ്മെന്റിലാണെങ്കിൽ, അതായത് മോഷനിലാണെങ്കിൽ, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലും ചാർജസിനെയോ മാഗ്നറ്റിക് ഫീൽഡിനെയോ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗവേൺ ചെയ്യുന്ന ലോസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ സ്ട്രെങ്തിനെ കുറിച്ചാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് the second strongest force among the fundamental force. ഫണ്ടമെന്റൽ ഫോഴ്സസിൽ സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ലാസ്റ്റ് ആയിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ റേഞ്ചിനെ കുറിച്ചാണ്. അതായത് എത്രമാത്രം ദൂരെ അത് ആപ്ലിക്കബിൾ ആണ് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ തന്നെ ഇത് ഇൻഫിനൈറ്റ് റേഞ്ചിൽ ആപ്ലിക്കബിൾ ആണ്. അതായത് റേഞ്ച് ഈസ് വെരി ലാർജ്. എത്ര ദൂരം വെച്ചാലും രണ്ട് ചാർജസ് തമ്മിൽ ഒരു അട്രാക്റ്റീവോ റിപ്പൽസീവോ ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടാകും. അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ചാർജസ് മോഷനിലാണോ റെസ്റ്റിലാണോ എന്നതിനെ അനുസരിച്ചാണ്. പക്ഷേ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഈ കൂളംസ് ലോ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ട് ചാർജസ് തമ്മിലുള്ള ദൂരം വളരെ കൂടുതലാണെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സ് വളരെ അധികമായിട്ട് കുറവായിരിക്കും. എന്നാൽ അടുത്താണെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സ് വളരെ കൂടുതലുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് പഠിച്ചു. മൂന്നാമത് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചാണ്. എന്താണ് ഒരു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്? നമുക്കറിയാം, ഒരു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ഉണ്ട് ന്യൂട്രോൺസും ഉണ്ട്. നമുക്ക് പിന്നെയും അറിയാം, പ്രോട്ടോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, രണ്ട് പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒരുമിച്ച് വെക്കുകയാണ്. അതും ഒരു ന്യൂക്ലിയസ് പോലെ വളരെ വലിപ്പം കുറഞ്ഞ ഒരു സ്ഥലത്ത്. എന്ത് സംഭവിക്കും? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, രണ്ട് ലൈക്ക് ചാർജസ് ഒരുമിച്ച് വെച്ചാൽ അവിടെ റിപ്പൽഷൻ ഉണ്ടാവും. അങ്ങനെ ഈ പ്രോട്ടോൺസും തമ്മിൽ റിപ്പൽ ചെയ്താൽ
ഈ ന്യൂക്ലിയസിന് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ പക്ഷെ നേച്ചറിൽ ഉണ്ടാവുന്നുമില്ല. അതായത് ന്യൂക്ലിയസ് സ്റ്റേബിളായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ ന്യൂക്ലിയസിനകത്തെ ഈ എലമെന്ററി പാർട്ടിക്കിൾസിനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ എന്താണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്? ന്യൂക്ലിയസിനകത്തെ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഒക്കെ ബൈൻഡ് ചെയ്ത് ഒരുമിച്ച് നിർത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണമായി തീരുന്നത്. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇല്ലെങ്കിൽ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിരിക്കുകയില്ല. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദാറ്റ് ഫോഴ്സ് which binds protons and neutrons inside nucleus. ഇത് അട്രാക്റ്റീവ് ആണോ റിപ്പൽസീവ് ആണോ? തീർച്ചയായിട്ടും ഇത് അട്രാക്റ്റീവ് ആണ്. കാരണം എന്താ? പ്രോട്ടോൺസിന്റെ റിപ്പൽസീവ് ഫോഴ്സിനെ കൂടെ ഓവർകം ചെയ്തിട്ട് ഈ എലമെന്ററി പാർട്ടിക്കിൾസിനെ ബൈൻഡ് ചെയ്ത് നിർത്തണമെങ്കിൽ ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇറ്റ് ഈസ് എ വെരി സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ്. ഒരു കാര്യം ഓർത്തിരിക്കുക, ഇതിന് ചാർജുമായിട്ട് ഒരു ബന്ധവുമില്ല. അതായത് പ്രോട്ടോണും വെച്ചാലും ഇത് അട്രാക്റ്റീവ് ആയിരിക്കും, പ്രോട്ടോണും ന്യൂട്രോണും വെച്ചാലും ഇത് അട്രാക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂട്രോണും വെച്ചാലും ഇത് അട്രാക്റ്റീവ് ആയിരിക്കും. അതായത് ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജസ് ആണ്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജസ് ആണ്. ഇറ്റ് ഈസ് സെയിം ഫോർ പ്രോട്ടോൺ ടു പ്രോട്ടോൺ ഓർ പ്രോട്ടോൺ ടു ന്യൂട്രോൺ ഓർ ന്യൂട്രോൺ ടു ന്യൂട്രോൺ. പിന്നീടുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ക്വാർക്സ് എന്ന് പറയുന്ന എലമെന്ററി പാർട്ടിക്കിൾസ് കൊണ്ടാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ക്വാർക്സ് തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. സോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ക്വാർക്സ്. അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ സ്ട്രെങ്തിനെ കുറിച്ചാണ്. നമുക്ക് തന്നെ അറിയാം, രണ്ട് പ്രോട്ടോൺസ് അടുപ്പിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ വളരെയധികം സ്ട്രെങ്ത് ഉണ്ടായേ സാധിക്കുകയുള്ളൂ. പറയുകയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനേക്കാളും കൂടുതൽ വേണം. കാരണം രണ്ട് പ്രോട്ടോൺസ് തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിരിക്കണം ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് അമംഗ് ദ ഫണ്ടമെന്റൽ ഫോഴ്സസ്. ഫണ്ടമെന്റൽ ഫോഴ്സസിനിടയ്ക്കത്തെ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണ് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇതിൻ്റെ റേഞ്ചാണ്. എത്രമാത്രം റേഞ്ചിലാണ് ഇത് ആപ്ലിക്കബിൾ? നമുക്കറിയാം ഇത് എവിടെയാണുള്ളത്? ഇത് ന്യൂക്ലിയസിനകത്ത് മാത്രം കാണുന്ന ഒരു ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ച് വളരെ കുറവാണ്. അതായത് ന്യൂക്ലിയസിനകത്ത് മാത്രമേ അതിൻ്റെ റേഞ്ച് ഉണ്ടാവത്തുള്ളൂ. അതായത് അതിൻ്റെ റേഞ്ച് എത്രയേ കാണുകയുള്ളൂ? 10⁻⁻15 മീറ്ററിൽ മാത്രമേ കാണുകയുള്ളൂ. അതായത് ന്യൂക്ലിയസിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള റേഞ്ചിൽ മാത്രമേ അത് ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചും പഠിച്ചു. അവസാനത്തെ ഫണ്ടമെന്റൽ ഫോഴ്സ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇത് എല്ലായിടത്തും കാണുന്ന ഒരു ഫോഴ്സ് അല്ല. പകരം ഇത് ചില ന്യൂക്ലിയർ പ്രോസസ്, അതായത് ബീറ്റ ഡീകേ ഓഫ് ന്യൂക്ലിയസ് പോലുള്ള ചില ന്യൂക്ലിയർ പ്രോസസ്സിൽ മാത്രം കാണുന്ന ഒരു ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് അപ്പിയേഴ്സ് ഓൺലി ഇൻ certain nuclear processes like beta decay of nucleus. ഇനിയും ഇതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി, അതായത് ഇത് അട്രാക്റ്റീവ് ആണോ റിപ്പൽസീവ് ആണോ എന്നാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അട്രാക്റ്റീവുമാകാം റിപ്പൽസീവുമാകാം.
അത് ആ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ. സോ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് is attractive or repulsive based on situations. ഇനി മൂന്നാമതായിട്ട് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറയാൻ പോകുന്നത് ഇറ്റ് ഓപ്പറേറ്റ്സ് among some elementary particles, particularly electron and neutrino. So it operates among elementary particles. നാലാമതായിട്ട് നമുക്ക് പറയേണ്ടുന്നത് ഇതിന്റെ സ്ട്രെങ്തിനെ കുറിച്ചാണ്. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ സ്ട്രെങ്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും കൂടുതലാണ്. എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇത് രണ്ടിനേക്കാളും കുറവുമാണ്. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് but less than electromagnetic and strong nuclear force. നാലാമത്തെ കാര്യം നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇതിന്റെ റേഞ്ച് ആണ്. ഇത് നമുക്കറിയാം, ഇതൊരു സബ് ന്യൂക്ലിയസിനകത്തുള്ള ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റേഞ്ചും അത്രയ്ക്ക് കുറവ് തന്നെ ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁻16 മീറ്റർ. അപ്പോൾ നമ്മൾ 4 ഫണ്ടമെന്റൽ ഫോഴ്സസിനെ കുറിച്ച് പഠിച്ചു. അവിടെ നമ്മൾ പഠിച്ചു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദ സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്, and strength of weak nuclear force is greater than gravitational force but less than electromagnetic and strong nuclear force. ഇനി ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ സ്ട്രെങ്തിനെ കമ്പയർ ചെയ്തുകൊണ്ട് എല്ലാ ഫണ്ടമെന്റൽ ഫോഴ്സസിന്റെയും ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് എഴുതാൻ പോവുകയാണ്. നമ്മൾ കമ്പയർ ചെയ്യുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആയതുകൊണ്ട് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ സ്ട്രെങ്തിനെ 1 എന്നെഴുതി. ഇനിയും ബാക്കിയുള്ളതിനെല്ലാം ഇതിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁻39 when compared to strong nuclear force. അപ്പോൾ എത്രമാത്രം ചെറുതാണെന്ന് നോക്കിക്കേ. 10⁻⁻39 എന്ന് പറയുന്ന ഓർഡറേ ഉള്ളൂ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനുള്ളത്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദ സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 10⁻⁻2 കമ്പയർ ടു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനിയും അവസാനമായിട്ട് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് വെൻ കമ്പയർ ടു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁻13. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ടേം കൂടെ മനസ്സിലാക്കിയിരിക്കണം, അതായത് കൺസർവേഷൻ ലോസ്. എന്താണ് ഒരു കൺസർവേഷൻ ലോ എന്ന് പറയുന്നത്? ഇത് ഇത്രയേ ഉള്ളൂ. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇൻ എ പ്രോസസ്. ഒരു പ്രോസസ്സിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ചേഞ്ച് ഉണ്ടാകാതെ നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു കേസസിനെയാണ് നമ്മൾ കൺസർവേഷൻ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇൻ എ പ്രോസസ്, അതിനെ നമ്മൾ വിളിക്കുന്നത് കൺസർവേഷൻ ക്വാണ്ടിറ്റീസ് എന്നാണ്. നമുക്കറിയാവുന്ന ചില കൺസർവേഷൻ ലോസ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. കൺസർവേഷൻ ലോ ഓഫ് എനർജി, മാസ്, ലീനിയർ മൊമെന്റം, ആംഗുലർ മൊമെന്റം, ചാർജ്, പാരിറ്റി, ഇങ്ങനെ പലതും നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിൽ വെക്കണം, ചില കൺസർവേഷൻ ലോസ് ഒരു ഫണ്ടമെന്റൽ ഫോഴ്സിൽ ആപ്ലിക്കബിൾ ആയിരിക്കും, എന്നാൽ മറ്റ് ഫണ്ടമെന്റൽ ഫോഴ്സിൽ ആപ്ലിക്കബിൾ ആകണം എന്നില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു 4 ഫണ്ടമെന്റൽ ഫോഴ്സസിനെ കുറിച്ച് പഠിച്ചു. പിന്നീട് കൺസർവേഷൻ ലോ എന്താണ് എന്നും നമ്മൾ പഠിച്ചു. നമ്മളുടെ ചാനലിലെ വീഡിയോസിൻ്റെയൊക്കെ സ്റ്റഡി നോട്ട്സും മറ്റ് മെറ്റീരിയൽസും youtube elearning.com എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് us.
കീപ് ലേണിംഗ്.